ബീച്ച് പ്രേമികളുടെയും സാഹസിക വിനോദങ്ങളിൽ താല്പര്യമുള്ളവരുടെയും ഇഷ്ട വിനോദങ്ങളിൽ ഒന്നാണ് സർഫിംഗ്. തിരമാലകൾക്ക് മുകളിലൂടെ ബോർഡിൽ ബാലൻസ് ചെയ്ത് സഞ്ചരിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ ഈയിടെ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായ ഒരു സർഫിംഗ് വീഡിയോ ലോക ശ്രദ്ധ ആകർഷിച്ചത് അതിലെ പ്രധാന താരങ്ങൾ മനുഷ്യരല്ല, മറിച്ച് ഒരു കൂട്ടം നായകളായതുകൊണ്ടാണ്. ഒരൊറ്റ ഫുട്ബോർഡിൽ ഒരു ഡസനോളം നായ്ക്കൾ കടലിലൂടെ തെന്നി നീങ്ങുന്ന ഈ ദൃശ്യം നായ്ക്കളുടെ സുരക്ഷയെക്കുറിച്ചും മൃഗങ്ങളോടുള്ള ക്രൂരതയെക്കുറിച്ചുമുള്ള വലിയ ആശങ്കകൾക്ക് ഇത് വഴിവെച്ചിരിക്കുകയാണ്. കാലിഫോർണിയയിലെ സാന്റിയാഗോയിലുള്ള പ്രശസ്തമായ ഓഷ്യൻ ബീച്ചിൽ നിന്നുള്ള കാഴ്ചയായിരുന്നു ഈ വീഡിയോ. ഡോഗ് ബീച്ച് എന്നും അറിയപ്പെടുന്ന ഈ പ്രദേശം നായ്ക്കൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സൗകര്യങ്ങൾ ഉള്ളതിനാലും നായ്ക്കളുടെ സർഫിംഗ് വിനോദത്തിന് പേര് കേട്ടതിനാലും പ്രശസ്തമാണ്. ABC ന്യൂസ് തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഈ വീഡിയോയിൽ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഏകദേശം 12 നായ്ക്കൾ ഒരു വലിയ സർഫിംഗ് ബോർഡിൽ ഒരുമിച്ച് നിൽക്കുന്നതും തിരമാലകൾക്ക് മുകളിലൂടെ തെന്നി നീങ്ങുന്നതും കാണാം. ഒരു മനുഷ്യൻ ബോർഡിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നായ്ക്കളെ നയിക്കുന്നതും വീഡിയോയിൽ ദൃശ്യമാണ്. ദൃശ്യം ഒറ്റ നോട്ടത്തിൽ വളരെ കൗതുകകരവും രസകരവുമാണ്. നായ്ക്കൾ പരസ്പരം തട്ടാതെയും താഴെ വീഴാതെയും ബോർഡിൽ ബാലൻസ് ചെയ്ത് നിൽക്കാൻ ശ്രമിക്കുന്നത് അതിശയകരമായി തോന്നാം. എന്നാൽ സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ വീഡിയോയിലെ ചില നായ്ക്കൾ ഭയന്ന മുഖഭാവങ്ങളോടെയും അസ്വസ്ഥതയോടെയും കാണപ്പെട്ടത് സമൂഹ മാധ്യമങ്ങളിലെ കാഴ്ചക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവയുടെ കണ്ണുകളിലെ ഭയവും ചിലപ്പോൾ പരസ്പരം ചാടിക്കറാൻ ശ്രമിക്കുന്നതും വെള്ളം തെറിക്കുമ്പോൾ ഞെട്ടുന്നതുമെല്ലാം നായ്ക്കൾക്ക് ഈ അനുഭവം ആസ്വാദ്യകരമായിരുന്നില്ല എന്നതിന്റെ സൂചന നൽകുന്നു. സർഫിംഗ് നടത്തുന്ന നായ്ക്കളുടെ ദൃശ്യങ്ങൾക്ക് പുറമെ മറ്റു ചില നായ്ക്കൾ അവയുടെ ഉടമകളോടൊപ്പം വെള്ളത്തിൽ കളിക്കുന്നതും തീരത്ത് സന്തോഷത്തോടെ ഓടിച്ചാടുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. ഇത് ഓഷ്യൻ ബീച്ചിന്റെ ഡോഗ് ബീച്ച് എന്ന വിശേഷണം എത്രത്തോളം അനർത്ഥമാണെന്ന് വ്യക്തമാക്കുന്നു.